Hello guys, welcome back to Ark Survival Evolved the Ultimate Mobile Edition Part 12. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, നമ്മൾ പിന്നെ ഒരു പുതിയതായിട്ടൊരു ടെക് പാരസോറിനെ ടീം ചെയ്തായിരുന്നു. ഇതും മെയിൽ തന്നെയാണ്. ഇപ്പോൾ കുറേ ഇതുണ്ട്. ഇപ്പം ഡാമേജിനും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ലെവൽ 46 ആയിരുന്നു. പിന്നെ കണ്ടോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പണ്ട് കളഞ്ഞു എന്നും പറഞ്ഞ് ഇരുന്ന് പീറ്റനടൻ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. പണ്ട് എങ്ങനെയോ ഫുഡില്ല ഡെഡായി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ശരിക്കും ഡെഡായില്ല. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഫിയോമോനെ ടീം ചെയ്ത് പിന്നെ ഇതാണ് പുതിയതായിട്ട് ടീം ചെയ്ത പീറ്റനടൻ. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നത്. പിന്നെ പുതിയതായിട്ടൊരു ബാരീനെ ടീം ചെയ്തതായിരുന്നു ഗൈസ്, ബാരി യൂണിറ്റ്സ്. ഇതിൻ്റെയൊക്കെ ടേമിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും ഇതിൻ്റെ ടേമിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും പീറ്റനടന് ഫുഡില്ല, ഫുഡ് കൊടുക്കാം. ഫുഡ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ലെവലുണ്ടല്ലോ, നല്ല രീതിയിൽ മെലി ഡാമേജ് ഉണ്ട് ഗൈസ് ഇവന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു ഹൗസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനെ മേളിൽ നമുക്ക് ഇതേ കണക്ക് സ്ലോപ്പായിട്ട് ചെയ്യണോ അല്ലാതെ ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു. കുറച്ച് വിയേർഡാണ്. ആദ്യം കയറി കാണിച്ചിട്ട് ഇത് കണ്ടോ ഗൈസ്, ഇവിടെ വെച്ചാണ് നമ്മൾ അടുത്തായിട്ട് ബ്രീഡിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പിന്നെ സ്റ്റാൻഡിങ് ടോർച്ച് വെച്ചിട്ടുണ്ട്. ബ്രീഡ് ചെയ്യാൻ നേരത്ത് ഡൈനോസറിനെ എല്ലാം ഇതിനകത്ത് കൊണ്ടിടാം. ബ്രീഡ് ചെയ്യാൻ നേരത്ത് പിന്നെ ഇവിടെ ഒരു പണ്ടത്തെ നമ്മൾ സെറ്റാക്കിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റോണും വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഈ വുഡും ഉണ്ട്. ഇത് സ്റ്റോൺ സ്റ്റെയർ കേസ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ അടയ്ക്കുകയാണെങ്കിൽ. ഇവിടെ ഇത്രയും സ്റ്റോണാണ്. പിന്നെ ഇങ്ങോട്ട് കണ്ട ഇവിടെ നമ്മുടെ ഒരു ബെഡുണ്ട്, അതിൻ്റെ ഐറ്റംസ്. പിന്നെ നമുക്ക് മേലോട്ട് പോകാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താ, സ്മിതി, അലമാര, അതെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കണ്ടോ ഈ സംഭവം വെച്ച റാമ്പ് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഫാബ്രിക്കേറ്റർ എന്നുള്ള സംഭവം ഉണ്ട് ഗൈസ്, അത് നമുക്ക് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. പിന്നെ മേലോട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഫുള്ളായിട്ട് തീർന്നു. ഫുള്ളായിട്ട് പണി തീർത്തായിരുന്നു ഗൈസ്. ഇതാണ് വീട്. ഇവിടെയൊക്കെ സ്റ്റാൻഡിങ് ടോർച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. വീട് കൊള്ളാമെന്ന്. പുതിയ പീസ് ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ 1-2 ദിവസമായേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്തിട്ട്. അതിൻ്റെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫുള്ള് സംഭവമൊന്നും എല്ലായിടത്തും വെച്ചില്ല, ഇനിയുണ്ട്. ഇവിടെ എന്താ തുറക്കാൻ വയ്യ. നമുക്ക് ഡഞ്ചിയനല്ല, ഈ ബോസൊക്കെ അടിക്കണ്ടേ. ബോസ് അടിക്കാൻ വേണ്ടി ഞാൻ വലുതായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നില്ല. ബോസ് അടിക്കാൻ വേണ്ടിയുള്ള ഗ്രൈൻഡിങ് ഒന്നും ആയിട്ടില്ല. അതൊക്കെ നമുക്ക് പതുക്കെ സെറ്റാക്കാം ഗ്രൈൻഡിങ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് എനിക്ക് ബാരിയോണസിനെ കിട്ടിയത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ ഏരിയ ഒന്നും സ്പോൺ ആകത്തില്ല. കാരണം നിങ്ങൾക്കറിയാലോ, പണ്ട് എന്തോ ഒരു ബ്രോണ്ടോനെ അടിച്ചിട്ട് ഇവൻ്റെ മണ്ടയ്ക്ക് നിന്ന് അന്നൊന്നും ഇവിടെ ഒരു തേങ്ങയും സ്പോൺ ആകത്തില്ലായിരുന്നു. ഇപ്പം എങ്ങനെയാണ് ഒരു ബാരി സ്പോണായെന്ന് അറിയത്തില്ല. അത് ടൈം ചെയ്ത വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പുതിയ ഏതെങ്കിലും ഒരു ബാരിനെ ടൈം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇവന്മാരെ ടൈം ചെയ്യാൻ നോക്കുവാണ്. പോടാ, ഇങ്ങോട്ട് വാ ബ്രോ. പോയി തീർന്നു. ഇനി അവന്മാരെ വരില്ല. എൻ്റെ അടുത്തോട്ട് വാട പൊട്ടന്മാരെ. ഇതാണ് ഇവന്മാരുടെ പ്രശ്നം ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്. ഇപ്പം തന്നെ ഇവന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കണ്ടാവുന്നില്ല. ഇപ്പം അത്യാവശ്യം 50-ന് മേളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അവനാണ് ഇപ്പോൾ ആഴക്കടലിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് നല്ല ഹാർഡായിരിക്കുവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ടേൺ ചെയ്താൽ മതി എന്നേ ഇപ്പം എനിക്കുള്ളൂ. ഗൈസ് പ്രാങ്ക് ചെയ്യുന്നു കേട്ടോ ഗൈസ്. അടുത്തൂടെ വന്നിട്ട് അന്ന് വളഞ്ഞെന്ന് പോവും. പ്രാങ്ക് ഉണ്ട് ഗൈസ്. അവൻ പോയി ഗൈസ്. എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. കണ്ടോ, ദൂരെ പോയി. ഇനി അവൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ വരുമെന്ന് പോലും അറിയത്തില്ല. വരുമ്പോഴത്തേക്ക് എല്ലാം അത് കുറഞ്ഞു പോയിരിക്കും. ഒന്നെങ്കിൽ ഇവൻ്റെ ലോ ലെവലുണ്ട് ഗൈസ്. ഇവൻ്റെ ഇത് ലെവൽ 70 ആണ്. ലോ ലെവലിന് ടൈം ചെയ്യണം, അല്ലെങ്കിൽ ഇവനെയൊക്കെ ട്രാപ്പ് വെച്ച് ട്രെയിൻ ചെയ്യണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവ എന്തായാലും പോട്ടെ ഗൈസ്.
ഗൈസ് അവനെ ഞാൻ ട്രാപ്പ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തോണ്ട് വന്നു, പക്ഷെ അവനെ കാണുന്നില്ല. അവനെ ഗൈസ് ഈ വീഡിയോയിൽ എന്തായാലും അവനെ കിട്ടുന്നില്ല. ഒത്തിരി നേരമായിട്ട് അവനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അവൻ കാണുന്നില്ല. അവനെ ഇതെന്താ വരാത്തേന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല.